ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. എവിടേക്കാണെന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇറങ്ങിയത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇത് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള പാടമാണ് കേട്ടോ. ഇതല്ല, കുറച്ച് മുന്നേ കണ്ടത് നെൽപ്പാടം. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് കുറേ കുന്നും മലയൊക്കെ താണ്ടി ഇങ്ങ് പോന്നു. ഞങ്ങൾക്ക് ഇതേപോലത്തെ സ്ഥലങ്ങൾ, പച്ചപ്പും ഹരിതാപമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ 4 പേർക്കും പൊതുവേ ഇഷ്ടം. അങ്ങനെ കുറേ ഇങ്ങ് പോയി വന്നപ്പോഴത്തേക്ക് അവിടെ എന്താ തീയുടെ ഒരു പുക വരുന്നു. ആദ്യം ഒരു പുക വരുന്നത് കണ്ട. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ ഒരു കുന്നിൻ്റെ ചെരുവിൽ മൊത്തം ഇങ്ങനെ തീ ഇങ്ങനെ പടർന്ന് പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നില്ലേ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് ഇങ്ങനെ പോന്നപ്പോഴത്തേക്ക് ഒരു ചായ കുടിക്കാൻ മോഹം തോന്നി. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായക്കടയിൽ ഇറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ മുള കൊണ്ടിട്ടുള്ള ഇരിക്കാനൊക്കെ നല്ല നല്ല രസമുണ്ട്. അവിടുന്ന് ബാക്കിലത്തെ വ്യൂ നല്ല രസമാണ്. കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാൻ. ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചു. ശ്രീഭാഗ്യ എന്തോ ഒരു സ്നാക്സൊക്കെ എടുത്തു. അവിടെ കുറേ പിള്ളേർ വലിയ സൗണ്ടിൽ പാട്ടൊക്കെ ഇട്ടിട്ട് നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൊടിയൊക്കെ ഇങ്ങനെ റോഡിൽ പാറി നടക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഈ ചെവിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്നില്ലേ, ഈ സാധനം വാങ്ങിച്ചു കേട്ടോ. നല്ല രസമുണ്ട്. കുറേ നാളുകൊണ്ട് ശ്രീഭാഗ്യ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സാധനം വാങ്ങണമെന്ന്. അങ്ങനെ ആ ഒരു സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പതുക്കെ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതാണ് അവിടുത്തെ ആ ചായക്കടയുടെ അവിടെ നിന്ന് കഴിഞ്ഞാലുള്ള വ്യൂ കേട്ടോ. ഇപ്പം മനസ്സിലായി കാണും, ഒരുവിധപ്പെട്ടവർക്ക് ഒരു 90% ആൾക്കാർക്ക് മനസ്സിലായി കാണും ഞങ്ങൾ എങ്ങോട്ടാണ് പോകണേന്ന്. അതെ, വാഗമണ്ണിലോട്ടാണ് കേട്ടോ പോകുന്നത്. വെറുതെ ഇരുന്നപ്പോൾ ഒരു മോഹം വാഗമൺ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ്. ഇത്തിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അധികം തണുപ്പ് ഞങ്ങൾ ഇതുവരെ എത്തിയിട്ട് വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വന്നു കഴിഞ്ഞാലുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോയി. അവിടെ കയറിയപ്പോഴത്തേക്ക് ഒരു തണുപ്പൊക്കെ അനുഭവിച്ചു തുടങ്ങി. നമ്മൾ പുറത്തുള്ള ഇതിനേക്കാളും ആ മരങ്ങളൊക്കെ നിൽക്കണോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ കോളേജ് പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ വന്നായിരുന്നു നല്ല എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കവിടെ വേറെ ആക്ടിവിറ്റീസൊന്നും ഇല്ലെങ്കിലും നമുക്കവിടെ ഇരുന്നിങ്ങനെ കുറേ നേരം എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു കൂളിംഗ് ഒക്കെ ഉള്ളത് കൊണ്ടേ. ഇതേപോലെ ഇവരൊക്കെ കിടന്ന് കാണിക്കണത് പോലെ എല്ലാവരും ഇങ്ങനെ ഓരോ തടിയുടെ വണ്ടിയിലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുപ്പും അങ്ങനെ. അവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ അവിടെ ഇരുന്നിങ്ങനെ ആസ്വദിക്കാൻ നല്ല രസമാണ്. ഈ മരങ്ങൾക്കിടയിൽ നിന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കാനേ നല്ല രസമല്ലേ. ഇത്തിരി തണുപ്പുമുണ്ട്. അപ്പം ചൂടിൽ നിന്നൊക്കെ ചെറിയൊരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. പിന്നെ ബാത്റൂം ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഫോട്ടോസും കുറേ വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ. വെറുതെ പോയതാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ച് പോയതല്ല. കുറച്ച് ദിവസമായി എവിടെയെങ്കിലും പോയിട്ട്, അപ്പോൾ പിള്ളേരൊക്കെ ചോദിച്ച് എവിടെയെങ്കിലും പോകാമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഒരു ഔട്ടിങ്, ചെറിയൊരു ഔട്ടിങ് പോലെ. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസും മരത്തിൻ്റെ മുകളിൽ നിന്നിട്ടും കുറ്റിയുടെ മണ്ടയിൽ നിന്നിട്ടും ഒക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറേ ഇപ്പം പിന്നെ അവിടെ ഈ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർമാർ തന്നെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് അതിനെ ഫ്രെയിം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്ന. പക്ഷെ പണ്ടൊന്നും അങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അവിടുത്തെ ആ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ ബോർഡിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള മൃഗങ്ങളെ പറ്റിയിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് തന്നെ. അങ്ങനെ അവിടുന്ന് കുറച്ച് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഏലപ്പാറ അല്ലെങ്കിൽ പുള്ളിക്കാനം അങ്ങോട്ട് എവിടെയെങ്കിലും പോകാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ കുറച്ച് പോയപ്പോഴത്തേക്ക് ഏലപ്പാറ റൂട്ടിൽ കുറച്ച് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു തേയിലത്തോട്ടമൊക്കെ കണ്ടു. അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നമുക്ക് ഈ ഏലമല്ലല്ലോ ഈ തേയിലയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നും. പിന്നെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ച് പോയപ്പോഴത്തേക്ക് ഇതായി മുളകില്ലേ, അയ്യോ എന്തൊരു ടേസ്റ്റായിരുന്നു എന്തോ. ഞാൻ പിന്നെ ആ അമ്മൂമ്മയുടെ അടുത്ത് അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ചു. നമ്മൾ സാധാ ചെയ്യുമ്പോൾ തന്നെ, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു അത്. പിന്നെ അങ്ങനെ കുറച്ചൊക്കെ പോയപ്പോഴത്തേക്ക് ആ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ കുളമില്ല, അവിടെയൊക്കെ ഇറങ്ങി കുറേ സമയം ഇങ്ങനെ നിന്നു. അപ്പോഴത്തേക്ക് സന്ധ്യയായി. അവിടെ നിന്ന് നേരെ തിരിച്ചിങ്ങ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ.
തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ ദാണ്ട ഇങ്ങനെ കെട്ടിയിട്ടിങ്ങനെ മേളിൽ കയറാമെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ എല്ലാം അടച്ചേക്കായിരുന്നു, നോ എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ രാവിലെ കയറിയ ആ ഒരു ഹോട്ടലിൽ ഒരു ചായക്കടയിൽ, രാവിലെ ഒരു ചായക്കടയിൽ കയറിയില്ലേ, അവിടെ തന്നെ തിരിച്ച് വന്നപ്പോൾ ചായക്കടയിൽ കയറിയിട്ട് ഒരു ബ്രെഡ് ഓംലെറ്റും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്താറായപ്പോഴത്തേക്ക് പിന്നെ കഴിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ച്, ഇപ്പോൾ ഹോട്ടലുകളൊക്കെ കുറവല്ലേ, അപ്പോൾ ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന. അങ്ങനെ ഒരു ഇഡ്ഡലിയും ചിക്കൻ പെരട്ടോ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ട് നല്ലോണം അങ്ങ് കഴിച്ചു. നമ്മൾ ആഹാരമാണല്ലോ മുഖ്യം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട്